വേദയെ വീട്ടിൽ കൊണ്ടുപോയി വിട്ട വിക്രം തന്നെ നമ്മുടെ വേദയെ തിരിച്ചു വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് വിക്രം വേദയെ ഫോൺ ചെയ്യാനായിട്ടായിരുന്നു. അപ്പോൾ ദർശൻ അടുത്ത് ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ വിക്രം ഫോണിലൂടെ പറയാണ്, ഹലോ എടി, നീ മുറിയിൽ വെച്ചിരുന്ന ഒരു നീല ഫയൽ കണ്ടായിരുന്നു? ഞാൻ ഇവിടെയൊക്കെ നോക്കി അത് കാണുന്നില്ല. നന്ദിനിയേട്ടത്തി പറഞ്ഞല്ലോ നീ അത് എടുത്ത് നോക്കുന്നതായി കണ്ടിരുന്നു എന്നൊക്കെ. അപ്പോൾ അവളിങ്ങനെ പറയാണ്, ഫയലോ? ഞാൻ കണ്ടില്ലല്ലോ. ഓ, ഫയലല്ലേ, ഒരു നീല ഫയലല്ലേ? ഞാനത് അവിടെ എവിടെയോ വെച്ചായിരുന്നു, പക്ഷെ അത് എവിടെയാണെന്ന് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. ചിലപ്പോൾ അത് അവിടെ വന്നിരുന്ന് ആലോചിക്കുമ്പോൾ എനിക്കത് ഓർമ്മ വരുമായിരിക്കും. ഒരു കാര്യം ചെയ്യും, നീ എന്നെ വന്ന് വിളിക്കുക, അപ്പം ഞാൻ നിൻ്റെ കൂടെ വരാം എന്നും പറഞ്ഞ് അവളിങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ വിക്രം എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം അവളെ വീട്ടിൽ ഇന്നലെ കൊണ്ട് വിട്ടതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഈ ഫയലിൻ്റെ പേരും പറഞ്ഞ് അവളെ പോയി വിളിക്കണമല്ലോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ശ്രീനി സാറിൻ്റെ കോളും വന്നു. എടാ, നീ ഫയൽ ഒരു കോപ്പി എടുത്ത് നീ അത് താലൂക്ക് ഓഫീസിൽ കൊണ്ട് കൊടുക്കണം, ഇതുവരെ കൊടുത്തില്ലേ എന്ന് ചോദിച്ചിട്ടാണ് ശ്രീനിധി സാർ ഇങ്ങനെ ഫോൺ ചെയ്യുന്നത്. സാർ ഉടനെ തന്നെ ഞാൻ കൊടുത്തേക്കാന്നും പറഞ്ഞ് അവനിങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ അവനൊന്നും പിന്നെ അവന് അധികം ഒന്നും ആലോചിച്ചിങ്ങനെ ഇരിക്കാതെ വേദി എത്രയും പെട്ടെന്ന് വിളിച്ചുകൊണ്ട് വരണം, ഒരു ഇതിലിങ്ങനെ ഇരിക്കാൻ കേട്ടോ. പിന്നെ നമ്മുടെ വേദയുടെ വീടാണ് കാണിക്കുന്നത്. അവിടെ എല്ലാവരും പിന്നെ നമ്മുടെ ജഡ്ജി സാറിൻ്റെ, അതായത് വേദയുടെ അച്ഛൻ്റെ ബർത്ത്ഡേ ആഘോഷത്തിൻ്റെ ഒരു ഇതിലിങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുകയാണ്. അങ്ങനെ ഊണ് കഴിക്കുന്ന സമയമാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ ഇങ്ങനെ സന്തോഷപൂർവ്വം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദർശൻ്റെ കാര്യം അവിടെ എടുത്തിടുകയാണ്. ദർശനും വേദയും തമ്മിലുള്ള വിവാഹത്തെപ്പറ്റി, ഇനി അങ്ങോട്ടുള്ള കാര്യത്തെപ്പറ്റി അവരിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദർശനോട് വേദ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞു ഓൾറെഡി. അതായത് നമ്മുടെ വിക്രത്തിനെ ഒരിക്കലും അവൾക്ക് മറക്കാൻ സാധിക്കുകയില്ല, അവനോട് പിണങ്ങി ഒന്നുമല്ല താൻ വന്നിരിക്കുന്നുള്ള കാര്യമൊക്കെ ഓൾറെഡി ദർശനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദർശൻ അത് ആരോടും ഷെയർ ചെയ്തില്ല. അപ്പോൾ ദർശൻ്റെ അച്ഛനും അമ്മയും അവരുടെ ഭാവി കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ പറയുകയാണ്. അതായത് വിവാഹം ഉടനെ നടത്തണം, ഒരുപാട് കണ്ടീഷൻസൊക്കെ ഉണ്ട് എന്നുള്ള കാര്യത്തെപ്പറ്റിയൊക്കെയാണ് അവരിങ്ങനെ പറയുന്നത്. വേദി അപ്പോൾ ഇടയ്ക്ക് കയറി ഇങ്ങനെ പറയുകയാണ്, നിങ്ങളെല്ലാവരും പറഞ്ഞു കഴിഞ്ഞെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് പോലെ ഞാൻ വിക്രത്തിനെ ഉപേക്ഷിച്ചിട്ട് ആ വീട് വിട്ട് ഇറങ്ങിയതൊന്നുമല്ല. ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ ദർശനോട് പറഞ്ഞതും ആണ്. എന്നെ വിക്രം കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ഇപ്പോൾ വരും, ഞാൻ അവൻ്റെ ഒപ്പം പോകും. പിന്നെ ഇന്നത്തെ ദിവസം ഞാൻ വന്നത് എനിക്ക് അച്ഛൻ്റെ പിറന്നാളായിട്ട് അച്ഛനൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ വിക്രം വേദയുടെ വീടിൻ്റെ വാതിക്കൽ ബൈക്കിൽ ഇങ്ങനെ വന്നിങ്ങനെ ബൈക്ക് ഇങ്ങനെ നിർത്തിയിട്ട് വേതാളം വേതാളം ഇറങ്ങി വാ എന്നിങ്ങനെ വിളിച്ചിങ്ങനെ പോവാൻ കേട്ടോ. അപ്പോൾ അവിടെ ആ ഒരു സന്തോഷം കാണായിരുന്നു. അവളെ അങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും ഉടനെ തന്നെ അവളിങ്ങനെ എണീറ്റ്, അതെന്നെ വേതാളം എന്ന് വിളിക്കുന്നത് അവൻ എനിക്ക് ഇട്ട ഒരു ചെല്ലപ്പേരാണ്. അപ്പോൾ അനിയത്തി ഇങ്ങനെ പറയും, വേതാളം പറ്റിയ പേരാ, വിക്രമാദിത്യനും വേതാളം കൊള്ളാം എന്നിങ്ങനെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ വേദ പുറത്തേക്ക് പെട്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ വിക്രത്തിൻ്റെ ബൈക്കിൻ്റെ അടുത്തോട്ട് വന്നിട്ട് പോവാം എന്നിങ്ങനെ പറഞ്ഞ് അങ്ങനെ രണ്ടുപേരും കൂടെ വിക്രത്തിൻ്റെ വീട്ടിലേക്ക് പോവാൻ കേട്ടോ. വിക്രത്തിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിലേക്കാണ് അവരപ്പോൾ ബൈക്കിൽ വന്നിറങ്ങുന്നത്. അപ്പോൾ വേദയെ കണ്ടതും അച്ഛനിങ്ങനെ സ്തംഭിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വേദ പറഞ്ഞ വാക്കുകൾ അദ്ദേഹം ഇങ്ങനെ ഓർക്കുകയാണ്. അച്ഛൻ, ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങുകയാണ്, പക്ഷേ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ വിക്രം എന്നെ തിരിച്ചു വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ വീട്ടിലേക്ക് തിരികെ വരും എന്നത്. അവളപ്പോൾ തന്നെ അച്ഛനോട് അത് പറയുകയും ചെയ്തു. അച്ഛാ, ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു കേട്ടോ, വിക്രം എന്നെ തിരിച്ചു വിളിച്ചു, ഞാൻ വന്നു കേട്ടോ. വിക്രം അപ്പോൾ അവളോട് എടി മുറിയിലേക്ക് വാ എന്നും പറഞ്ഞ് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോവാൻ കേട്ടോ. എന്നിട്ട് അവളെ മുറിയിലോട്ട് കയറ്റിയിട്ട് എവിടെയാണ് വെച്ചെന്ന് പെട്ടെന്ന് എടുത്തതാ, എനിക്കത് അത്യാവശ്യമായിട്ടുള്ളൊരു ഫയലാണ്, നീ നോക്കിയെടുക്കുക എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുകയാണ് അവളോട്. അവളാണെങ്കിൽ ഇവിടെയാണോ, അല്ലല്ലല്ല അതോ അവിടെയാണോ വെച്ചിരിക്കുന്നത്, ഇങ്ങനെ അവനെ ഇങ്ങനെ ഇട്ട് വട്ട് കളിപ്പിക്കുകയാണ് കേട്ടോ. അവനാണെങ്കിൽ ദേഷ്യം കൊണ്ട് അവനിങ്ങനെ കല് തുള്ളി നിൽക്കുകയാണ്. അപ്പോൾ അവൻ പറയാണ്, എടി കുരുപ്പ്, നീ എവിടെയാണ് വെച്ചെന്ന് ആലോചിച്ചൊന്ന് പെട്ടെന്നൊന്ന് എടുത്തതാണ്, എനിക്കത് വേണ്ട ഫയലാന്ന് പറഞ്ഞില്ലേ. ഞാനൊന്ന് ആലോചിക്കട്ടെ, ഞാനിപ്പോൾ പോയതുപോലുള്ള മുറിയല്ലല്ലോ ഇപ്പോൾ കിടക്കുന്നത്, നിങ്ങൾ ഈ അളിച്ചു വരയൊക്കെ ഇടാനായിട്ട് ആരെങ്കിലും പറഞ്ഞു? ഇനിയിപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ ഇരുന്നൊന്ന് സ്വസ്ഥമായിട്ട് എന്തെന്ന് ആലോചിക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ്. എനിക്ക് ചൂടെടുത്തിട്ട് വരും, നിങ്ങൾ ആ ഫാനം നിട്ടെന്നൊക്കെ അവനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള ഇതാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നേരം കൂടെ അവനെ ഇട്ടിങ്ങനെ വട്ട് കളിപ്പിച്ചിട്ട് പിന്നെ അവൾ പറഞ്ഞു കേട്ടോ, എനിക്കിപ്പോൾ ഓർമ്മ വന്നെന്ന് പറഞ്ഞ് അവൻ്റെ ബെഡിൻ്റെ അടിയിൽ ചെറിയൊരു ബാഗിൻ്റെ ഉള്ളിൽ അവൾ ആ ഫയൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ ആ ഫയൽ ഇങ്ങനെ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവൻ പെട്ടെന്ന് ആ ബാഗിൽ വേറൊരു ഫയലും കൂടെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ അവൻ പെട്ടെന്ന് ഇത് എൻ്റെ അതെ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റൊക്കെ അടങ്ങിയ ആ ഒരു ഫയൽ തന്നെയാണ്, നിങ്ങളിതും അവിടെ അലക്ഷ്യമായിട്ട് ഇട്ടിരിക്കുകയല്ലായിരുന്നു, ഇതൊക്കെ ഇങ്ങനെയാണോ സൂക്ഷിച്ച് വെക്കേണ്ടത് എന്നിങ്ങനെ അവനോട് ഇങ്ങനെ പറയണം. അപ്പോൾ അവൻ്റെ ആ ഒരു മുഖത്തെ ആ ഒരു ഫീല്, കാരണം അവനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ആ ഒരു ഫയൽ എടുത്ത്
എടുത്ത് വെച്ചതിലൂടെ അവനത് മനസ്സിലായി. അപ്പോൾ തന്നെ അവനത് മനസ്സിലായി. അവനപ്പോൾ ഉടനെ തന്നെ താങ്ക്സ് എന്നിങ്ങനെ പറയണം. ആ വാക്കുകളിൽ വേദിയോടുള്ള ഒരു സ്നേഹം നമുക്ക് കാണാൻ കഴിയും കേട്ടോ. എന്നിട്ട് അവനിങ്ങനെ ഒരു കുറച്ച് നേരം ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിന്നിട്ട് ശ്രീനി സാറ് വേദിയും കൂടെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞൊരു കാര്യം അവൻ ഓർത്തിട്ട് വേദിയോട് പറയാണ്, പ്രോഗ്രാമിന് നീയും കൂടെ വരണമെന്ന് ശ്രീനി സാറ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നീ പെട്ടെന്ന് ഒരുങ്ങാൻ നോക്കാം, നമുക്ക് ഒരുമിച്ച് പോവാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാളത്തെ നല്ല അടിപൊളി എപ്പിസോഡൊക്കെയാണ് ഇനി അങ്ങോട്ട് വരുന്നത്. നമ്മുടെ വേദ വിക്രം തമ്മിലുള്ള കോംബോ ഒക്കെ സൂപ്പർ ആയിക്കൊണ്ടിരിക്കുകയാണ്.